പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. മത്തായി സുവിശേഷം 6-ാം അധ്യായം 26-ാം വാക്യം. ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ. ഹല്ലേലൂയ. കളപ്പുരയിൽ കൂട്ടിവെക്കാതെ, വിതയ്ക്കാതെ, കൊയ്യാതെ നിൽക്കുന്ന പക്ഷികളെ പുലർത്തുന്ന ദൈവം നമ്മെ പുലർത്തുവാൻ വിശ്വസ്തനത്രേ. നമ്മുടെ കർത്താവ് ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങൾ ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ, അവ വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്യുന്നൊന്നുമില്ല, എന്നാലും അവയെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട്, എങ്കിലും അവൻ അവയെ പുലർത്തുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും പരിശുദ്ധാത്മാവ് അങ്ങനൊരു പദം പറയുന്നു: എങ്കിലും ദൈവം നിങ്ങളെ പുലർത്തും. നിങ്ങളുടെ സാഹചര്യം ഏതുമായിക്കോട്ടെ, നിങ്ങളുടെ അവസ്ഥ ഏതുമായിട്ട് ആയിക്കോട്ടെ, എങ്കിലും നിങ്ങളെ പുലർത്തുന്ന ഒരു കർത്താവുണ്ട്. യഹോവ ഈരേ, അവൻ പുലർത്തുന്ന, കരുതുന്ന ദൈവമത്രേ. നിങ്ങളുടെ ആവശ്യത്തെ നന്നായിട്ടറിയാം. പറവജാതികളെക്കാട്ടിലും നിങ്ങൾ വിശേഷതയുള്ളവരാ. കർത്താവിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കപ്പെട്ട ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, എങ്കിലും നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ അവൻ വിശ്വസ്തനാ. ബാലസിംഹങ്ങൾക്ക് ഇര കിട്ടാതെ വിശന്നിരുന്നാലും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവൻ ഹല്ലേലൂയ എല്ലാ നന്മയും കൊടുക്കും. ഒരു നന്മയ്ക്കും മുടക്കം വരുത്തത്തില്ല. നിങ്ങൾക്കും പറയാൻ സാധിക്കണം, ഈ ഭൂമിയിൽ ബാലസിംഹങ്ങൾ, കഴിവുള്ളവർക്ക് ആഹാരം കിട്ടത്തില്ല, എങ്കിലും എനിക്ക് ദൈവം കരുതും. ഹല്ലേലൂയ. അനേക ബലവാന്മാർ പട്ടുപോകും, എങ്കിലും എന്നെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. എങ്കിലും നമുക്ക് പറഞ്ഞിട്ട് ദൈവത്തെ സ്തുതിക്കാം. ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളെ നോക്കി, ചുറ്റുപാടുകളെ നോക്കി, യാഥാർത്ഥ്യമായി നടക്കുന്ന ചിലതിനെ നോക്കിയിട്ട് പറയണം, എങ്കിലും ഇതിൻ്റെ നടുവിലും എന്നെ പുലർത്തുന്ന ദൈവമുണ്ട്. കാലാവസ്ഥ അനുകൂലമല്ല, എങ്കിലും എന്നെ കരുതുന്ന ദൈവം. ഹല്ലേലൂയ. സാമ്പത്തിക നിലവാരങ്ങൾ ചുറ്റുപാടും രാജ്യത്തിൽ പ്രതികൂലമാണ്, എങ്കിലും ഇതിൻ്റെ നടുവിൽ ഹല്ലേലൂയ എന്നെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. ഏലിയാവിൻ്റെ ചരിത്രം നോക്കിയാട്ട് ക്ഷാമകാലമാണ്. 3.5 വർഷം ദേശത്തെങ്ങും ഹല്ലേലൂയ വലിയ കൊടുമ്പിരി കൊണ്ട ക്ഷാമം, എങ്കിലും എനിക്ക് വേണ്ടി ഹല്ലേലൂയ കരുതുന്ന ഒരു ദൈവമുണ്ട്. കാക്കയാൽ പോറ്റി പുലർത്തിയ ദൈവം, സരാഫാത്തിൽ വിധവയെ ഒരുക്കിയ ദൈവം, അവൻ എൻ്റെ അപ്പനാ, എങ്കിലും അവൻ എന്നെ കരുതും. പ്രിയരെ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചില ഹല്ലേലൂയ പ്രതികൂലമായ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് ഒന്ന് പറയാൻ പറ്റുമോ? എങ്കിലും എന്നെ പുലർത്തുന്ന ഒരു ദൈവം, അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നാം സങ്കീർത്തനങ്ങൾ 66-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഹല്ലേലൂയ, നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി, ഞങ്ങൾ വെള്ളത്തിലും തീയിലൂടെ കടക്കേണ്ടി വന്നു, എങ്കിലും നീ എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. എങ്കിലും നോക്ക്, ജീവിതത്തിൽ പ്രതികൂലങ്ങൾ, ജീവിതത്തിൽ വെള്ളത്തിൻ്റെയും തീയുടെയും അവസ്ഥ, മനുഷ്യരുടെ നിന്ന ഏൽക്കുന്ന ഒരവസ്ഥ, മനുഷ്യർ പ്രതികൂലമായ ഒരവസ്ഥ, മനുഷ്യർ തലയിൽ കൂടെ കയറി ഓടുന്ന ഒരവസ്ഥ. എന്നിട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, അവിടെ കൊണ്ട് ഞാൻ തീർന്നില്ല, ആ പ്രശ്നം കൊണ്ട് ഹല്ലേലൂയ ഞാൻ ഇല്ലാതെയായി പോയില്ല. അതിൻ്റെ നടുവിലും എന്നെ കരുതുന്ന, എന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, എങ്കിലും എന്നെ സമൃദ്ധിയിലേക്ക് അവൻ കൊണ്ടുവന്നു. പ്രിയരെ, ഇന്ന് പകൽക്കാലം ജീവിതത്തിൻ്റെ ഏത് സാഹചര്യമാണെങ്കിലും പതറിപ്പോകരുത്, പിന്മാറിപ്പോകരുത്. ഒന്ന് വിളിച്ചു പറയാൻ പറ്റണം, എങ്കിലും എന്നെ കരുതുന്ന ഒരു ദൈവം, എങ്കിലും എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. അവൻ സാഹചര്യങ്ങൾക്കപ്പുറത്ത്, മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത്, മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങൾക്കും അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്, എങ്കിലും എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവം. ഇന്ന് പകൽക്കാലം നമുക്ക് ആ ദൈവത്തെ ഒന്ന് അല്ലെങ്കിൽ തിരിച്ചറിയാം, ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം, നന്ദി പറയാം. സങ്കീർത്തനക്കാരനായ ദാവീദ് അതാ വിളിച്ചു പറയുന്നത്, നമ്മൾ കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യും. ദാവീദിൻ്റെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധി വന്നു, ദാവീദിൻ്റെ അനുഭവമാണ്, ദാവീദ് രുചിച്ചറിഞ്ഞതാ ഈ സങ്കീർത്തന ഭാഗങ്ങളിൽ ദാവീദ് എഴുതിയിരിക്കുന്നത്. ജീവിതത്തിൽ തനിക്ക്
വിരോധമായി മനുഷ്യർ വന്നപ്പോൾ, തീയുടെയും വെള്ളത്തിൻ്റെയും അനുഭവം വന്നപ്പോഴും ദാവീദിന് ഒരു കാര്യം പറയാൻ പറ്റും: എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നാം രാജാക്കന്മാരുടെ പുസ്തകത്തിലും ഹല്ലേലൂയ, നാം ശമൂവേലിൻ്റെ പുസ്തകങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ജീവിതത്തിൽ തനിക്കെതിരെ പോരാട്ടം വന്നപ്പോൾ, ശത്രു അണിനിരന്നപ്പോൾ ദൈവം അവൻ തകർന്നു പോകാൻ അനുവദിച്ചില്ല. സിയോൻ കോട്ട പിടിക്കാൻ ദാവീദ് വന്നപ്പോൾ ഹല്ലേലൂയ, ദാവീദിനെ നിന്ദിച്ചവരുണ്ട്, കളിയാക്കിയവരുണ്ട്. വെറും ഹല്ലേലൂയ ചെറിയ ഹല്ലേലൂയ മുടന്തന്മാർ മതി, ചെകിടന്മാർ മതി നിന്നെ തോൽപ്പിക്കാനെന്ന് പറഞ്ഞപ്പോൾ അവൻ അങ്ങനെ ഏറ്റവും ബലഹീനമായ ഒരു സൈന്യത്തെ കൊണ്ടുപോയിട്ട് അവൻ സിയോൻ കോട്ട പിടിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ആ വാക്യം ഇങ്ങനെയാണ്: ഹല്ലേലൂയ, എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. എന്താ? നിരുത്സാഹപ്പെടുത്തുന്ന, തനിക്ക് വിരോധമായി സംസാരിക്കുന്ന പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടും അവിടെ എഴുതിയിരിക്കുന്നു എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. പ്രിയരെ, ഇന്ന് പകൽക്കാലം നമുക്കും പറയാൻ സാധിക്കണം: ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഏത് സമയത്തിലും നമ്മെ പരിപാലിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. കർത്താവ് നമ്മെ എല്ലാ പ്രതികൂലത്തിൽ നിന്നും വിടുവിക്കാൻ മതിയായവനത്രേ, ശക്തനായ ദൈവമത്രേ. നാം ദാവീദിനെ പോലെ വാ തുറന്ന് ഈ ദൈവത്തെ ഒന്ന് ആരാധിച്ചാൽ മതി, ദൈവത്തോടൊന്ന് നന്ദി പറഞ്ഞാൽ മാത്രം മതി. നിങ്ങളെ പരിപാലിക്കും. എങ്കിലും കാക്കയെ പുലർത്തുന്നവൻ, എങ്കിലും സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്നവൻ, എങ്കിലും സിയോൻ കോട്ട പിടിക്കാൻ ബലം തരുന്ന ദൈവം, അവൻ നമ്മുടെ പിതാവാ, അവൻ നമ്മുടെ കർത്താവാ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ, ആമീൻ.